ഹലോ, വെൽക്കം ബാക്ക് ടു ലെറ്റ്സ് കുക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി കുക്കർ ചിക്കനാണ്. അപ്പോൾ ചിക്കൻ വെച്ച് എന്തോരം വെറൈറ്റീസ് ഓഫ് റെസിപ്പീസാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത് അല്ലേ. അതുപോലെ തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കുക്കർ ചിക്കൻ. അപ്പം നമുക്ക് എന്തായാലും നമ്മുടെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പം നമുക്ക് ആദ്യമേ തന്നെ നമുക്ക് ആവശ്യമുള്ളത് ഇവിടെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് മുന്നേ നമ്മുടെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് കൂടിയുണ്ട്, അതാണ് കസ്തൂരി മേത്തി. കസ്തൂരി മേത്തി നല്ല ഫ്ലേവറും ടേസ്റ്റും തരുന്നതാണ്. അപ്പോൾ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. സാധാരണ നമ്മൾ ഈ മസാലയൊക്കെ മിക്സ് ചെയ്യുന്ന സമയത്ത് കൂടുതലും വെള്ളമൊക്കെ ഒഴിച്ചിട്ടാണ് നമ്മൾ മിക്സ് ചെയ്യാറ്. പക്ഷേ ഇവിടെ വെള്ളമല്ല, നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കണം. കസ്തൂരി മേത്തിയൊക്കെ ഇടുന്നതുകൊണ്ട് നല്ല അടിപൊളി സ്മെല്ലും നല്ല ഫ്ലേവറും മണമൊക്കെയാണ് കേട്ടോ. ഇനി നമുക്ക് ഫുൾ ചിക്കൻ അല്ലേ, അപ്പോൾ അത് നമുക്ക് നന്നായിട്ടൊന്ന് വരഞ്ഞെടുക്കാം. അപ്പോൾ ആദ്യമേ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ കുക്കറിലല്ലേ ഇപ്പോൾ ഇത് കുക്ക് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ഈ ചിക്കൻ ഇറക്കി വെക്കാൻ പറ്റുന്ന പാകത്തിലുള്ള കുക്കറായിരിക്കണം. അതായത് കുക്കറിനെക്കാട്ടിലും വലിപ്പം കുറഞ്ഞ ചിക്കൻ ആയിരിക്കണം. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ചിക്കൻ നന്നായിട്ട് വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാല നന്നായിട്ട് തേച്ചങ്ങ് പിടിപ്പിക്കാം. കണ്ടില്ലേ, നമ്മൾ വരഞ്ഞ് വെച്ചിരിക്കുന്ന ആ ഗ്യാപ്പിലൊക്കെ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കണം. അകത്തൊക്കെ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കണം. ഇനി ഇതിൻ്റെ കാലൊന്ന് കൂട്ടി കെട്ടി നന്നായിട്ട് ടൈറ്റായിട്ട് അങ്ങ് കെട്ടി വെക്കാം. കാരണം നമ്മൾ ചിക്കൻ കുക്കറിനകത്ത് ഇറക്കി വെക്കുമ്പോൾ ഒന്ന് ഒതുങ്ങി നന്നായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല ടൈറ്റായിട്ടൊന്ന് കെട്ടി വെക്കുക. അതുപോലെ തന്നെ അതിൻ്റെ വിങ്സും കൂടി കെട്ടി നന്നായിട്ട് ഒന്ന് ടൈറ്റായിട്ട് കെട്ടി. ഇതുപോലെ കെട്ടി വെക്കുമ്പോൾ നമുക്ക് കുക്കറിനകത്ത് ഇറക്കി വെക്കാൻ കുറച്ചും കൂടി നല്ല കംഫർട്ടബിൾ ആയിരിക്കും. കണ്ടില്ലേ, മസാലയൊക്കെ പുരട്ടി കാലൊക്കെ നല്ല ടൈറ്റായിട്ട് കെട്ടി വിങ്സൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിലേക്ക് ഇറക്കി വെക്കാം. അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ കുക്കറിൻ്റെ ലിഡും വാഷറൊക്കെ നമുക്ക് ലിഡിൽ വാഷറും വെയിറ്റും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ റിമൂവ് ചെയ്ത് മാറ്റണം. ഇതിൻ്റെ വാഷറും വെയിറ്റും ഒന്നും നമുക്ക് ആവശ്യമില്ല. ഇതൊന്നും ഇല്ലാണ്ടാണ് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അത് മാറ്റി. ഇനി നമുക്ക് അടുത്തത് കുക്കർ എടുത്തിട്ട് അതിലേക്ക് കല്ലുപ്പിട്ട് കൊടുക്കുക. കല്ലുപ്പ് നന്നായിട്ട് എല്ലായിടത്തും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് അങ്ങ് ഇട്ട് കൊടുക്കണം. ഗ്യാപ്പ് ഒന്നും ഇല്ലാണ്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി അതിൻ്റെ മുകളിൽ ഒരു വാഴയില കട്ട് ചെയ്ത് വെച്ച് കൊടുക്കണം. 2 ലെയറാക്കി വെക്കണം വാഴയില. അപ്പം നമ്മൾ എന്തായാലും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു വാഴയിലയും കൂടി കട്ട് ചെയ്ത് അതിൻ്റെ മുകളിലേക്ക് വെക്കുക. സൈഡിലൊക്കെ വെക്കണം. കണ്ടില്ലേ, ഇതുപോലെ ഫുള്ളായിട്ട് കവർ ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ഈ ചിക്കൻ അതിലേക്ക് വെച്ച് കൊടുക്കാം. കണ്ടില്ലേ, ചിക്കൻ അതിനകത്ത് കറക്റ്റ് സെറ്റാണ്. അപ്പോൾ നമ്മൾ ചിക്കൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് കുക്കറിനെക്കാട്ടിലും ഒരു വലിപ്പം കുറഞ്ഞ ചിക്കൻ വേണം നമ്മൾ സെലക്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ലിഡ് ക്ലോസ് ചെയ്ത് ഒരു 45 മിനിറ്റ്സ് 1 hour വരെ ഓക്കെയാണ്. അപ്പോഴത്തേക്ക് നന്നായിട്ട് കുക്കായി കിട്ടും. കണ്ടില്ലേ, നമ്മുടെ ചിക്കൻ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരുടെയും ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക. അപ്പോൾ നല്ല അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നമ്മൾ നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണാം. അൻറ്റിൽ ദെൻ ടേക്ക് കെയർ, ബൈ.